Hey guys, it's Imad Aldin and welcome back. സുഖല്ലേ? നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി പവർ, അതായത് ഓർമ്മ ശക്തി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള കുറച്ച് വഴികൾ ആർക്കും അറിയില്ല. അതിൽ എങ്ങനെ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്സ് ആർക്കും അറിയില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഇൻക്രീസ് മെമ്മറി പവർ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇമാഡ്സ് വ്ലോഗ്. നമുക്ക് നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ബ്രെയിനിന് വർക്കൗട്ട് കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് നമുക്ക് പല എക്സസൈസും ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിയെ ഫിറ്റായിട്ട് നിർത്താൻ, നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഫിറ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല വർക്കൗട്ടുകളും ചെയ്യാറുണ്ട്, പല എക്സസൈസുകളും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഫിറ്റായിട്ട് നിർത്തണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല എക്സസൈസും പല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ മെമ്മറി ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിലുള്ള നമുക്ക് വേണമെങ്കിൽ ചെസ്സ് കളിക്കാം. ഇതൊക്കെ നമ്മൾ കളിക്കുമ്പോൾ അതൊരു പുതിയ കാര്യമാണ്. ഇത് കളിക്കുമ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിന് വളരെ കുറച്ചും കൂടി അധികം ഡെവലപ്പ് ആവുന്നതാണ്. ഇതിലൂടെ മെമ്മറി പവർ, അതുപോലെ തന്നെ ബ്രെയിൻ പവറൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പുതിയ കാര്യം പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിരിക്കണം. കാരണം നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണ്, നല്ല രീതിയിൽ ആ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ കോൺഫിഡൻസ് വരും. കാരണം നമ്മളൊരു ഗെയിം കളിച്ച്, ഒരു ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ചുകൂടി സാറ്റിസ്ഫൈങ് റിസൾട്ടായിരിക്കും നമുക്ക് തരാം. അത് നമുക്ക് കളിച്ച് ജയിച്ചാൽ നമുക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മളിൽ ഉണ്ടാവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആദ്യം തന്നെ പോയിട്ട് ഒരു ഹാർഡ് ലെവൽ ചൂസ് ചെയ്യാതെ ആദ്യം തന്നെ ഒരു ഈസി ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ മാസ്റ്റർ ചെയ്ത് അതിനുശേഷം അടുത്തൊരു ലെവലിലോട്ട് പോയി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പോകുക എന്നതാണ് ഇതിന് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. മെമ്മറി ഇമ്പ്രൂവ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ വർക്കൗട്ടാണ്. നമ്മൾ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയെ ഫിറ്റായി നിർത്താൻ മാത്രമല്ല, ഇത് വളരെയധികം നമ്മുടെ ബ്രെയിനിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്ലഡ് വളരെ മികച്ച രീതിയിൽ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ബ്ലഡ് ആ സമയത്ത് പമ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതലായിട്ട് ഓക്സിജൻ എത്തിക്കാനും അതുപോലെ തന്നെ ആ ഒരു കൂടുതൽ ഓക്സിജൻ എത്തുമ്പോൾ നമ്മുടെ മെമ്മറിയൊക്കെ എൻഹാൻസ് ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ് നമ്മുടെ ഫിസിക്കൽ വർക്കൗട്ട്സ് എന്നുള്ളത്. അതിന് കൃത്യമായിട്ട് റൂട്ടീൻ സെറ്റ് ചെയ്യുക. നമുക്ക് പല രീതിയിലുള്ള വർക്കൗട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. എയറോബിക് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ പല രീതിയിലുള്ള വർക്കൗട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് മൂന്നാമതൊരു കാര്യമാണ് ഗെറ്റ് യുവർ സ്ലീപ്പ് എന്നുള്ളത്. അതായത് നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഉറക്കം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൂടാനോ കുറയാനോ പാടില്ല. ഒരു ആവറേജ് മനുഷ്യൻ എന്നുള്ളത് 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത്. അതിൽ കൂടുതലായിട്ട് നമുക്ക് ഉറങ്ങാനും പാടില്ല, അതുപോലെ തന്നെ കുറച്ച് ഉറങ്ങാനും പറ്റില്ല. ഇത് ഉറങ്ങിയാൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ലോങ് ടൈമിൽ വളരെയധികം ഡിഫക്റ്റാണ് ഈ ഒരു കൂടുതൽ ഉറങ്ങുന്നവരും അതുപോലെ തന്നെ കുറച്ചുറങ്ങുന്നവരും ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാതെ വരികയും അതുപോലെ തന്നെ അവരുടെ മെമ്മറി പവറൊക്കെ വളരെയധികം കുറയുകയും ചെയ്യും. കാരണം ലോങ് ടൈമിലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ടുകളെല്ലാം വരുന്നത്. അതെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടൊരു റൂട്ടീൻ സെറ്റപ്പ് ചെയ്യുക. രാത്രി ഇത്ര സമയത്ത് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഉറങ്ങാൻ പോകാം, ഇന്നലെ രാവിലെ ഈ ഒരു സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ രാത്രി കിടക്കുന്ന ടൈമാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആൻഡ് അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിന്ന് ഒരു ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫുൾ ഡിജിറ്റൽ കാര്യങ്ങൾ ഒഴിവാക്കണം. അതായത് നമ്മുടെ ഫോൺ ഒഴിവാക്കുക, TV ഒഴിവാക്കുക, ലാപ്ടോപ്പ് ഒഴിവാക്കുക, കമ്പ്യൂട്ടർ ഒഴിവാക്കുക. ഇതൊക്കെ ഇങ്ങനെ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഉറക്കത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒഴിവാക്കുക. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി, അതായത് ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു ഡിജിറ്റൽ കാര്യം എന്നുള്ളത്. അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. ആൻഡ് നമ്മുടെ മെമ്മറിയൊക്കെ എൻഹാൻസ് ചെയ്യാനുള്ള നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലോഫ് എന്നാണ്. അതായത് ചിരിക്കുക. കാരണം
നമ്മൾ എപ്പോഴും ചിരിക്കാനൊക്കെ കുറച്ച് മടി കാണിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു തമാശ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അധികം ചിരിക്കില്ല. ഇപ്പോൾ നമ്മളൊരു ക്രൗഡിന് മുന്നിലാണെങ്കിൽ നമ്മൾ അധികം ചിരിക്കില്ല, പരമാവധി ചിരിക്കാതെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. പക്ഷെ അതിന് പകരം നമ്മളൊരു തമാശ കേട്ടാൽ അതിന് ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമാണ്, നമുക്ക് പരമാവധി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് തുറന്ന് ചിരിക്കുക, നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് വളരെയധികം മെമ്മറിയെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ചിരി കണ്ടെത്താനുള്ള മറ്റൊരു മാർഗ്ഗം എന്നുള്ളത് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിരിക്കുക. അതായത് നമ്മുടെ പഴയ കാലത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ ഓർത്ത് നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മേൽ തന്നെ നമുക്ക് ഇങ്ങനെ ചിരിക്കാനായിട്ട് കഴിയും. സോ അതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കീപ് സ്ട്രെസ് ഇൻ ചെക്ക് എന്നുള്ളത്. അതായത് നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെയധികം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമ്മുടെ മെമ്മറി പവർ, അതുപോലെ തന്നെ ബ്രെയിൻ പവർ, ഇതൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. അതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള മെമ്മറി വരുന്നില്ല. ഇതൊക്കെ നമുക്ക് വളരെയധികം പ്രശ്നമായി ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ. അപ്പോൾ സ്ട്രെസ് ലെവൽ കൂട്ടാതിരിക്കാൻ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ കാര്യമാണ് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക. നമ്മുടെ മേൽ തന്നെ കുറേ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അത് കുറച്ചും റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. സോ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതിൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിൽ നമ്മുടെ മേൽ എക്സ്പെക്റ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്ത്, തീർച്ചയായിട്ടും നമുക്ക് വലിയ വലിയ ഗോൾസ് വേണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. ബട്ട് എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ 2ാമത്തെ ഒരു കാര്യമാണ് ടേക്ക് ബ്രേക്ക് എന്നുള്ളത്. അതായത് നമ്മൾ കുറേ നേരം നമ്മളിത് വർക്ക് ചെയ്യാതെ കുറേ നേരമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുക. നമുക്ക് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സോ നമ്മുടെ സ്ട്രെസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു 3ാമത്തെ കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ബാലൻസ് വർക്ക് ആൻഡ് ലെയ്സർ എന്നുള്ളത്. അതായത് നമ്മുടെ വർക്കും അതുപോലെ തന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സമയം നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ഒന്ന് കൂടാനോ ഒന്ന് കുറയാനോ പാടില്ല. കാരണം നമ്മുടെ വർക്ക് കൂടുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെയധികം കൂടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടൈം കൂടുമ്പോൾ നമ്മുടെ വർക്കിലുള്ള ശ്രദ്ധ അത് കുറയുകയാണ്. സോ 2 നല്ല രീതിയിൽ ഒരു ബാലൻസ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. അതിൻ്റെ 4ാമത്തെ ഒരു കാര്യമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ 4ാമത്തെ കാര്യം ഇത് തന്നെയാണ്, എക്സ്പ്രസ് യുവർ ഫീലിങ്സ് എന്നുള്ളത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെയധികം കോൺഷ്യസ് ആണ്. സോ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫീലിങ്സ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കരയാനാണ് തോന്നുമെങ്കിൽ കരയുക, അല്ലെങ്കിൽ ചിരിക്കാനാണ് തോന്നുമെങ്കിൽ ചിരിക്കുക. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ഫീലിങ്സും നിങ്ങൾ അപ്പോൾ തന്നെ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഈ ഒരു 4 ടിപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെസ് ലെവൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത 4 ടിപ്സ് എന്നാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു വീഡിയോ അവസാനം 5 സ്റ്റെപ്സാണ് ഞാൻ എനിക്ക് പറഞ്ഞത് ഈ ഒരു മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ലൈഫ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. സോ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. അതിനും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.